Elizabethan prose. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പരിശോധിക്കുമ്പോൾ റിനൈസൻസ് പീരിയഡിൻ്റെ ഭാഗമായിട്ടാണ് എലിസബത്തൻ ഏജ് വരുന്നത്. ഇംഗ്ലണ്ടിൽ റിനൈസൻസ് അഥവാ നവോത്ഥാനം 1500 AD ആരംഭിക്കുന്നത്. 1660 AD അത് അവസാനിക്കുകയും ചെയ്യുന്നു. റിനൈസൻസ് മീൻസ് ദി റീബർത്ത് ഓഫ്. എല്ലാ മേഖലയിലും കൾച്ചറൽ, ആർട്ടിസ്റ്റിക്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇവയിലെല്ലാം തന്നെ ഒരു റീബർത്ത്, ഒരു പുത്തൻ ഉണർവ് സംഭവിച്ച കാലമായിരുന്നു ഇത്. റിനൈസൻസിൻ്റെ മുൻപുള്ള കാലഘട്ടത്തെ നമ്മൾ ഡാർക്ക് ഏജസ് എന്നാണ് വിശേഷിപ്പിക്കാറ്. കാരണം ഈ പീരിയഡിൽ യൂറോപ്പിൽ ആർട്ടിലും സയൻസിലും വളരെ കുറഞ്ഞ നിരക്കിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ. മാത്രമല്ല ഒരുപാട് യുദ്ധങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടും പട്ടിണിയും പകർച്ചവ്യാധികളും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലം കൂടിയായിരുന്നു ഡാർക്ക് ഏജസ്. അവിടെ നിന്നാണ് റിനൈസൻസിലേക്ക് യൂറോപ്പ് ചുവടുവെക്കുന്നത്. ഹ്യൂമൻ ഹിസ്റ്ററിയിലെ ഒരുപാട് പ്രഗത്ഭരായ തിങ്കേഴ്സ്, ഓഥേഴ്സ്, സയൻറ്റിസ്റ്റ്, ആർട്ടിസ്റ്റ് ഇവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ദി റിനൈസൻസ് പീരിയഡ് ഈസ് സബ്ഡിവൈഡഡ് ഇൻ ടു 4. ഒന്നാമത് ദി എലിസബത്തൻ ഏജ്, 2 ദി ജക്കോബിയൻ ഏജ്, 3 ദി കരോളിൻ ഏജ്, 4 ദി കോമൺവെൽത്ത് പീരിയഡ് ഓർ ദി പ്യൂരിറ്റൻ ഏജ്. ഇതിലെ ആദ്യത്തെ എലിസബത്തൻ ഏജ് 1558 ഇത് ആരംഭിക്കുന്നത്. 1603 വരെ ഇത് നീണ്ടു നിന്നു. ക്വീൻ എലിസബത്ത് ആയിരുന്നു ഈ കാലത്ത് ഇംഗ്ലണ്ട് റൂൾ ചെയ്തിരുന്നത്. ക്വീൻ എലിസബത്ത്, ഷീ ഈസ് ഓഫൻ കോൾഡ് ദി വിർജിൻ ക്വീൻ ഓർ ഗ്ലോറിയാന. മാത്രമല്ല അന്ന് ഭരിച്ചിരുന്ന ടുഡോർ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് മൊണാർക്ക് കൂടിയായിരുന്നു ഇവർ. ഇവരുടെ കാലത്ത് ഇംഗ്ലണ്ട് എക്സ്പീരിയൻസ്ഡ് ആൻ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഇൻ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സെക്ടേഴ്സ്. ക്വീൻ എലിസബത്ത് ഭരിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഏജിന് ഈ പേര് ലഭിച്ചതും. ഈ ഏജിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ. ഇംഗ്ലീഷ് ഡ്രാമയുടെ സുവർണ കാലഘട്ടമായിരുന്നു എലിസബത്തൻ ഏജ്. ഡ്രമാറ്റിക് ലിറ്ററേച്ചർ റീച്ച്ഡ് ഇറ്റ്സ് പീക്ക് ഇൻ ദി ലാസ്റ്റ് ഡേയ്സ് ഓഫ് എലിസബത്തൻ എറ. മേജർ ഡ്രമാറ്റിസ്റ്റുകളായിട്ടുള്ള ഷേക്സ്പിയർ, അതുപോലെ തന്നെ ക്രിസ്റ്റഫർ മാർലോ, ഇവരെല്ലാം ഈ ഏജിലാണ് വരുന്നത്. ഫ്രാൻസിസ് ബേക്കൺ, എഡ്മണ്ട് സ്പെൻസർ, സർ വാൾട്ടർ റാലി തുടങ്ങിയവരാണ് ഈ ഏജിലെ മറ്റു നോട്ട് വർത്തി ഫിഗേഴ്സ്. എലിസബത്തൻ പ്രോസ് വർക്കുകൾ നോക്കുമ്പോൾ ഇമാജിനേഷൻ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത വർക്കുകളെ ഈ ഒരു വിധത്തിലുള്ള വർക്ക്സിനെയായിരുന്നു പ്രോസ് വർക്കുകളായി അന്ന് കണ്ടിരുന്നത്. എങ്കിലും ചില ഫിക്ഷണൽ വർക്ക്സ് റീഡേഴ്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിരുന്നു. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പാണ്ഡിത്യമുള്ള, നല്ല ശിക്ഷണം ലഭിച്ചിട്ടുള്ള ആളുകളുടെ ചിന്തകളായിരുന്നു മിക്ക പ്രോസ് വർക്കുകളും. അന്നത്തെ പ്രോസ് ഫോംസ് എന്ന് പറയുമ്പോൾ എസ്സേസ്, പാംഫ്ലെറ്റ്സ് ആൻഡ് ട്രാക്ട്സ്, മതപരമായതോ രാഷ്ട്രീയമായതോ ആയ ലഘുലേഖകൾ, ട്രാൻസ്ലേഷൻസ്, ട്രാവൽ നെറേറ്റീവ്സ്, അതുപോലെ സെർമൺസ് ഇവയൊക്കെയായിരുന്നു. ഈ കാലത്തെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്രോസ് റൈറ്റർ ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹം ലാറ്റിനിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിരുന്നു. ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേസ് ആയി പരിഗണിക്കുന്നതും ഇദ്ദേഹത്തെയാണ്. ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് എസ്സേസ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ 1597, ദി അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ് 1605, ദി ഹിസ്റ്ററി ഓഫ് ഹെൻറി VII 1622, അപ്പോഫ്തഗ്മസ് 1625, and the New Atlantis, which was left unfinished at his death. ഇനി മറ്റു പ്രമുഖ പ്രോസ് റൈറ്റേഴ്സും അവരുടെ വർക്ക്സും നമുക്ക് നോക്കാം. റോജർ ആഷംസ് ടോക്സോഫിലസ് 1545. ഇത് ആർച്ചറിയെ കുറിച്ചിട്ടുള്ള, അമ്പെയ്ത്തിനെ കുറിച്ചിട്ടുള്ള സംഭാഷണ രൂപത്തിലുള്ള ഒരു പ്രബന്ധമാണ്. പിന്നെയുള്ളത് ജോൺ ലില്ലീസ് യൂഫിയസ് ദി അനാറ്റമി ഓഫ് വിറ്റ് 1579 ആൻഡ് ഇറ്റ്സ് സീക്വൽ യൂഫിയസ് ആൻഡ് ഹിസ് ഇംഗ്ലണ്ട് 1580. ഒരു തരം യാത്രാ വിവരണമാണിത്. അതുപോലെ ഫിലിപ്പ് സിഡ്നിയുടെ അർക്കേഡിയ 1577, അദ്ദേഹത്തിൻ്റെ തന്നെ ഡിഫൻസ് ഓഫ് പോയസി 1595. സ്റ്റീഫൻ ഗസോൺ എന്നൊരു റൈറ്റർ കവികളെയെല്ലാം നിന്ദിച്ചുകൊണ്ട് ഒരു വർക്ക്, ദി സ്കൂൾ ഓഫ് അബ്യൂസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ആ ഒരു എസ്സേ എഴുതിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സിഡ്നി എഴുതിയതായിരുന്നു ഡിഫൻസ് ഓഫ് പോയസി. പിന്നെയുള്ള പ്രധാനപ്പെട്ട പ്രോസ് വർക്ക്സുകളാണ് റിച്ചാർഡ് ഹുക്കേഴ്സ് ഓഫ് ദി ലോസ് ഓഫ് എക്ലീസിയാസ്റ്റിക്കൽ പോളിറ്റി 1594, Sir Thomas Overbury's A Series of Character Sketches of Well-Known Types in Characters 1614, and Robert Burton's The Anatomy of Melancholy 1621. 17th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ചില സെർമൺ റൈറ്റേഴ്സ്. സെർമൺസ് എന്ന് പറഞ്ഞാൽ ധർമ്മോപദേശങ്ങൾ നൽകുന്ന പ്രഭാഷണങ്ങൾ.
ഇക്കൂട്ടരും സെർമൻസ് എഴുതുവാൻ വേണ്ടി പ്രോസ് ഫോം ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പ്രോസ് എന്നത് ഒരു പ്രാധാന്യമുള്ള സാഹിത്യ രൂപമായി വികസിച്ചു വന്നു. അതിനു മുൻപ് പോയട്രിക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പ്രധാനപ്പെട്ട സെർമൺ റൈറ്റേഴ്സ് ആയിരുന്നു ജോൺ ഡൺ, ജെയിംസ് അഷർ ആൻഡ് ജോസഫ് ഹാൾ. അതുപോലെ ചെറിയ ട്രാക്ട്സ്, ലഘുലേഖകൾ, മതപരവും രാഷ്ട്രീയവും സാഹിത്യ വിഷയങ്ങളിലുമൊക്കെ ആയിട്ടുള്ള ഷോർട്ട് ട്രാക്ട്സ് ഈ കാലത്ത് രൂപം കൊണ്ടിരുന്നു. വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന വിപുലീകരണമായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം. അതുപോലെ തന്നെ ബുക്ക്ലെറ്റ് രൂപത്തിലുണ്ടായിരുന്ന പാംഫ്ലെറ്റുകളും ഈ കാലത്ത് പ്രിന്റ് ചെയ്യപ്പെട്ടു. പല കാര്യങ്ങൾക്കും വേണ്ടി ഇവ ഉപയോഗിക്കപ്പെട്ടു. മതപ്രചരണത്തിനും നവോത്ഥാന ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും റൊമാൻറ്റിക് ഫിക്ഷൻസ്, ഓട്ടോബയോഗ്രഫി തുടങ്ങിയവ എഴുതുവാനും അതുപോലെ തന്നെ വ്യക്തിഹത്യയും സാമൂഹിക സാഹിത്യ വിമർശനങ്ങൾ നടത്തുവാനും പാംഫ്ലെറ്റുകൾ ഉപയോഗപ്പെടുത്തി. ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാംഫ്ലെറ്റേഴ്സ് വേർ തോമസ് നാഷ്, റോബർട്ട് ഗ്രീൻ, തോമസ് ഡക്കർ ആൻഡ് തോമസ് ലോഡ്ജ്. എലിസബത്തൻ ഏജിന് ശേഷമുള്ള ജക്കോബിയൻ ഏജിൽ 1603 to 1625 വരെയായിരുന്നു ജക്കോബിയൻ ഏജ്. ജെയിംസ് ദി ഫസ്റ്റ് ഭരിച്ചിരുന്നത് കൊണ്ടാണ് ഇതിന് ജക്കോബിയൻ ഏജ് എന്ന പേര് വന്നത്. എലിസബത്തൻ പ്രോസ് റൈറ്റേഴ്സ് തന്നെയായിരുന്നു ഈ ഏജിലും നിറഞ്ഞു നിന്നിരുന്നത്. ഫ്രാൻസിസ് ബേക്കണും ജോൺ ഡണ്ണും അതേപോലെ റോബർട്ട് ബേർട്ടണും. അതിനുശേഷമുള്ള കാരലൈൻ ഏജിൽ 1625 to 1649 ചാൾസ് ദി ഫസ്റ്റ് ആയിരുന്നു ഈ കാലത്ത് ഇംഗ്ലണ്ടിൻ്റെ റൂളർ. ഈ കാലത്തെ പ്രധാനപ്പെട്ട പ്രോസ് വർക്ക്സുകളാണ് ജോൺ മിൽട്ടന്റെ എറിയോപെജിറ്റിക്ക ഫോർ ദി ലിബർട്ടി ഓഫ് അൺലൈസൻസ്ഡ് പ്രിന്റിംഗ് 1644, അതുപോലെ സർ തോമസ് ബ്രൗണിന്റെ റിലീജിയസ് പ്രോസായ റിലീജിയോ മെഡിസി 1643. പിന്നെയുള്ളത് കോമൺവെൽത്ത് പീരിയഡ് ഓർ പ്യൂരിറ്റൻ ഏജ് 1649 to 1660 ഇതുവരെയുള്ള കാലം. ഇംഗ്ലീഷ് സിവിൽ വാറിന് ശേഷം ഇംഗ്ലണ്ടിൽ രാജഭരണത്തെ എടുത്തു മാറ്റിയ കാലമായിരുന്നു ഇത്. ഒലിവർ ക്രോംവെല്ലിന്റെ ലീഡർഷിപ്പിലായിരുന്നു ഈ കാലത്ത് ഇംഗ്ലണ്ടിൽ ഭരണം നടന്നത്. തിയേറ്റേഴ്സ് എല്ലാം അടച്ചു പൂട്ടിയതുകൊണ്ട് ഈ കാലത്ത് നാടകങ്ങളൊന്നും അരങ്ങേറിയിരുന്നില്ല. വളരെ കുറഞ്ഞ ലിറ്റററി വർക്ക്സുകളാണ് ഈ കാലത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദിസ് ഏജ് വാസ് ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ്സ് പ്രോസ് പാംഫ്ലെറ്റ്സ്, എസ്പെഷ്യലി ദി പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ്സ് ഓഫ് ജോൺ മിൽട്ടൺ. Other notable prose writers who were writing in this time were Thomas Brown, Thomas Fuller, Jerome Taylor, Richard Baxter and Isaac Walton. ഇനി 18th സെഞ്ച്വറിയിലേക്ക് വരുമ്പോൾ ഈ പീരിയഡ് ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ നിയോ ക്ലാസിക്കൽ പീരിയഡ് എന്നാണ് അറിയപ്പെടുന്നത്. 1660 to 1785. The neoclassical period is also subdivided into 3 ages: the Restoration Age, ദി അഗസ്റ്റൻ ഏജ്, അതുപോലെ ദി ഏജ് ഓഫ് സെൻസിബിലിറ്റി. ഇതിൽ ആദ്യത്തെ റെസ്റ്റോറേഷൻ ഏജ് 1660 to 1700. ഇംഗ്ലണ്ടിൽ രാജഭരണം റീസ്റ്റോർ ചെയ്യപ്പെട്ട ഒരു കാലമായിരുന്നു ഇത്. ഈ ടൈമിൽ ക്ലോസ് ചെയ്യപ്പെട്ട തിയേറ്റേഴ്സ് എല്ലാം ഓപ്പൺ ആക്കി. ഈ കാലത്ത് ലിറ്ററേച്ചർ വളരെ പ്രകടമായ മാറ്റങ്ങൾക്ക് വിധേയമായിരുന്നു. ദി ലിറ്ററേച്ചർ ബിക്കെയിം റിയലിസ്റ്റിക്, കൺസേണിംഗ് വിത്ത് ലൈഫ് ആൻഡ് മാനേഴ്സ് ഓഫ് ടൗൺ പീപ്പിൾ. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വർക്ക്സുകൾ ഉണ്ടാകുവാൻ തുടങ്ങുന്നത് ഈ ഏജ് മുതലാണ്. ജോൺ ഡ്രൈഡൻ ആയിരുന്നു ഈ കാലത്തെ ഏറ്റവും പ്രൊമിനന്റ് ഫിഗർ. അതുകൊണ്ട് തന്നെ ദിസ് ഏജ് ഈസ് ഓൾസോ കോൾഡ് ദി ഏജ് ഓഫ് ഡ്രൈഡൻ. ഡ്രാമ, പോയട്രി, പ്രോസ് ഈ 3 വിഭാഗങ്ങളിലും അദ്ദേഹം മികച്ചു നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രോസ് വർക്ക്സുകളാണ് എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി, എ ഡിസ്കോഴ്സ് കൺസേണിംഗ് ദി ഒറിജിനൽ ആൻഡ് പ്രോഗ്രസ് ഓഫ് സറ്റയർ ആൻഡ് പ്രിഫേഴ്സ് ടു ദി ഫേബിൾസ്. ഇനി മറ്റു പ്രധാനപ്പെട്ട പ്രോസ് റൈറ്റേഴ്സ് ആരെല്ലാം എന്ന് നോക്കാം. ഒന്ന് ജോൺ ലോക്ക്. ഹി റോട്ട് an essay concerning human understanding, treatise on government and thoughts on education. പിന്നെ വരുന്നത് ജോൺ ബനിയൻ ആണ്. അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു വർക്ക് പിൽഗ്രിംസ് പ്രോഗ്രസ്, ഈ ഒരു വർക്കാണ്. പിന്നെയുള്ളത് ആഫ്രാബെന്നിൻ്റെ ഒറുനോക്കോ എന്ന വർക്കാണ്. ഈ വർക്കിനെ പ്രിക്വേഴ്സർ ഓഫ് നോവൽ, നോവലിൻ്റെ ആദിമ രൂപമായി കൺസിഡർ ചെയ്യുന്നു. ഡയറി ആൻഡ് മെമ്മോയർ റൈറ്റിംഗ് ഇവയും ഈ കാലത്ത് പ്രചരണത്തിലുണ്ടായിരുന്നു. അത്തരം റൈറ്റേഴ്സിൽ പ്രധാനികളായിരുന്നു ജോൺ എവലിൻ, അതേപോലെ സാമുവൽ പീപ്സ്. ഇനി ഓഗസ്റ്റൻ ഏജിലേക്ക് വരുമ്പോൾ 1700 to 1745 വരെയാണ് ഈ ഒരു ഏജ്.
മാത്യു ആർണോൾഡിൻ്റെ ദി സ്റ്റഡി ഓഫ് പോയട്രി എന്ന വർക്കിൽ ഓഗസ്റ്റൻ ഏജിനെ ദി ഏജ് ഓഫ് പ്രോസ് ആൻഡ് റീസൺ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിന് പോയട്രിയേക്കാൾ കൂടുതൽ ചായ്വ് പ്രോസിനോടായിരുന്നു. അതാണ് ഈ വിശേഷണത്തിന് കാരണം. മാത്രമല്ല ഈ കാലത്ത് ചില പോയട്രി പോലും പ്രോസ് രൂപത്തിലായിരുന്നു. പ്രോസ് പോയട്രിയെ കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നത് ഓർക്കുക. ഈ കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് ലിറ്ററേച്ചറിൻ്റെ ഡൈഡാക്റ്റിക് പർപ്പസിൽ വിശ്വസിച്ചിരുന്നു. അതായത് ലിറ്ററേച്ചർ എന്നത് വെറും പ്ലഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റിന് മാത്രമല്ല, ഇൻസ്ട്രക്ഷനും ഇൻഫർമേഷനും നൽകുവാൻ കൂടിയുള്ളതാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. ഈ ഏജിലെ പോയട്രി നല്ല ഉയർന്ന കട്ടിയുള്ള ഭാഷയിലാണ് എഴുതിയിരുന്നതെങ്കിലും പ്രോസ് എഴുതുവാൻ വളരെ സിമ്പിളും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമായ ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത്. ഓഗസ്റ്റൻ ഏജിൽ മേജർ പോയറ്റായി അലക്സാണ്ടർ പോപ്പിനെ മാത്രമേ നമുക്ക് ഉയർത്തിക്കാട്ടുവാനുള്ളൂ. പക്ഷേ പ്രോസ് റൈറ്റേഴ്സായി ഒരുപാട് ഗ്രേറ്റ് ഓതേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. സച്ച് ആസ് എഡിസൺ, സ്റ്റീൽ, ജൊനാഥൻ സ്വിഫ്റ്റ്, ഡാനിയൽ ഡിഫോ ആൻഡ് സാമുവൽ ജോൺസൺ. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് നമുക്ക് നോക്കാം. ആദ്യം ജൊനാഥൻ സ്വിഫ്റ്റ്. ഐറിഷ് ഓത്തർ ആൻഡ് സറ്ററിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഹിസ് മേജർ വർക്ക്സ് നമുക്ക് നോക്കാം. ദി ടെയിൽ ഓഫ് എ ടബ് 1704, An Argument Against Abolishing Christianity 1712, Gulliver's Travels 1726 and A Modest Proposal 1729. പിന്നെയുള്ളത് ജോസഫ് എഡിസൺ ആൻഡ് റിച്ചാർഡ് സ്റ്റീൽ ആണ്. There are other remarkable prose writers of the 18th century. വളരെ സവിശേഷമായ പ്രോസ് സ്റ്റൈൽ ആയിരുന്നു ഇവരുടേത്. എഡിസന്റെ പ്രോസ് സ്റ്റൈൽ വളരെ സിമ്പിളും ക്ലിയറും നാച്ചുറലും വളരെ ശാന്തമായതും അതിൽ കവിഞ്ഞ പദപ്രയോഗങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ശൈലിയായിരുന്നു. ഡോക്ടർ സാമുവൽ ജോൺസൺ ഇതിനെ മിഡിൽ സ്റ്റൈൽ എന്നായിരുന്നു വിളിച്ചിരുന്നത്. 1709 റിച്ചാർഡ് സ്റ്റീൽ ടാറ്റ്ലർ എന്നൊരു മാഗസിൻ ആരംഭിച്ചു. അതിലെ ഒരു റെഗുലർ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു എഡിസൺ. പിന്നീട് 1711 ഇവർ രണ്ടുപേരും ചേർന്ന് ദി സ്പെക്ടേറ്റർ എന്ന പേരിൽ മറ്റൊരു മാഗസിൻ പബ്ലിഷ് ചെയ്യുവാൻ തുടങ്ങി. സാംസ്കാരിക സദാചാരബോധ പരിഷ്കരണം ഉന്നമിച്ചായിരുന്നു ഈ മാഗസിൻ അവർ ആരംഭിച്ചത്. ഒരു ഇമാജിനറി ക്യാരക്ടറായ സർ റോജർ ഡി ഖവർലെയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട എസ്സേസ്. അതിനാൽ ദി സ്പെക്ടേറ്റേഴ്സ് ഖവർലെ പേപ്പേഴ്സ് എന്നും അറിയപ്പെട്ടിരുന്നു. 18th സെഞ്ചുറിയിൽ ഇത്തരം മാഗസിൻസുകൾ പോലെയുള്ള പീരിയോഡിക്കൽ ലിറ്ററേച്ചറിന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്ക് നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നു. സ്റ്റീൽസ് ദി ടാറ്റ്ലർ 1709, ദി സ്പെക്ടേറ്റർ 1711 ആൻഡ് ദി പ്ലീബിയൻ 1711, അതുപോലെ തന്നെ ഡാനിയൽ ഡിഫോയുടെ റിവ്യൂ 1704 ഇവയൊക്കെയായിരുന്നു അന്നത്തെ പ്രൊമിനന്റ് മാഗസിൻസ്. മറ്റൊരു മാഗസിനായ ദി ജെന്റിൽമാൻസ് മാഗസിനിൽ 18th സെഞ്ചുറിയിലെ പ്രധാനപ്പെട്ട പ്രോസ് റൈറ്ററായ ഡോക്ടർ സാമുവൽ ജോൺസന്റെ ഏർലി വർക്ക്സുകൾ പബ്ലിഷ് ചെയ്തു വന്നിരുന്നു. In 1747, Dr. Johnson began working on his dictionary. 7 വർഷമെടുത്തു ഈ ഡിക്ഷണറി കംപ്ലീറ്റ് ചെയ്യുവാൻ. ആൻഡ് ഓൾസോ റോട്ട് പീരിയോഡിക്കൽ എസ്സേസ് ഫോർ ദി റാംബ്ലർ. ദി റാംബ്ലർ ഡോക്ടർ ജോൺസൺ പബ്ലിഷ് ചെയ്ത പീരിയോഡിക്കൽ ആയിരുന്നു. 1752 വരെ ആയിരുന്നു ഇത് പബ്ലിഷ് ചെയ്തിരുന്നത്. 1765 അദ്ദേഹം പ്രിഫേസ് ടു ഷേക്സ്പിയർ പബ്ലിഷ് ചെയ്യുന്നത്. ഷേക്സ്പീരിയൻ ക്രിറ്റിസിസത്തിലെ ഒരു ലാൻഡ്മാർക്ക് തന്നെയായിരുന്നു ഈ ടെക്സ്റ്റ്. അദ്ദേഹത്തിൻ്റെ തന്നെ ലാസ്റ്റ് വർക്കായ ദി ലൈവ്സ് ഓഫ് പോയറ്റ്സ് 1777 to 1781 വരെ 4 വർഷമെടുത്താണ് ഈ ഒരു വർക്ക് എഴുതിയത്. ഇതിൽ 52 പോയറ്റ്സിൻ്റെ ലഘുജീവചരിത്രവും അതോടൊപ്പം ഒരു ക്രിറ്റിക്കൽ അപ്രൈസൽ വിമർശനാത്മക മൂല്യനിർണയവും അടങ്ങിയിരിക്കുന്നു. 18th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധരായ പോയറ്റ്സ് ആയിരുന്നു ഈ 52 മിക്ക ആളുകളും. പിന്നെ എടുത്തു പറയേണ്ട പ്രോസ് റൈറ്റർ റോബിൻസൺ ക്രൂസോ എഴുതിയ ഡാനിയൽ ഡിഫോ ആണ്. 18th സെഞ്ചുറി നോവലുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ദി ചൈൽഡ്ഹുഡ് ആൻഡ് പ്രീ യൂത്ത് ഓഫ് ദി ഇംഗ്ലീഷ് നോവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് 18th സെഞ്ചുറിയെ വിളിക്കാം. ഈ ടൈമിൽ നോവൽസ് എമേർജ് ചെയ്യുവാൻ കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ദി റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. 2 പറയുന്നത് ഡ്രാമയുടെ തകർച്ച. പിന്നെ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് റീഡേഴ്സ്, എക്സ്പെഷ്യലി ദി വിമൻ റീഡേഴ്സ്. ഇവയൊക്കെയായിരുന്നു ചില റീസൺസ്. സാമുവൽ റിച്ചാർഡ്സൺ എഴുതിയ പമേലയാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ഫുൾ ഫ്ലെഡ്ജഡ് നോവൽ, സമ്പൂർണ്ണ നോവൽ. പിന്നെ ഒരുപാട് ഫേമസ് നോവൽസ് ഇതിനെ തുടർന്ന് വരുന്നുണ്ട്. ഹെൻറി ഫീൽഡിങ്സ്
ജോസഫ് ആൻഡ്രൂസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ടോം ജോൺസ്, ഇവ രണ്ടും അക്കാലത്തെ പോപ്പുലർ നോവൽസാണ്. Other important prose writers of the century include Oliver Goldsmith (1728 to 1774), Edward Gibbon, and Edmund Burke. Oliver Goldsmith's remarkable works include The Citizen of World, an inquiry in the present state of polite learning in Europe, The History of England, a history of earth and animated nature. Edward Gibbon's first book, A History of Switzerland, is unfinished, and in 1776 he published the first volume of The Decline and Fall of the Roman Empire. എഡ്മണ്ട് ബർക്കിൻ്റെ വർക്ക്സ് നമുക്ക് രണ്ട് ഗ്രൂപ്പ്സായി ഡിവൈഡ് ചെയ്യാം. ആദ്യം അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ റൈറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ആദ്യ കാലങ്ങളിലെ വർക്ക്സാണിവ. ഫോർ എക്സാമ്പിൾ, എ വിൻഡിക്കേഷൻ ഓഫ് നാച്ചുറൽ സൊസൈറ്റി, എ ഫിലോസഫിക്കൽ എൻക്വയറി ഇൻ ടു ദി ഒറിജിൻ ഓഫ് അവർ ഐഡിയാസ് ഓഫ് ദി സബ്ലൈം ആൻഡ് ബ്യൂട്ടിഫുൾ. പിന്നെയുള്ളത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ്സ് ആൻഡ് സ്പീച്ചസ് ആണ്, സച്ച് ആസ് തോട്ട്സ് ഓൺ ദി കോസ് ഓഫ് ദി പ്രസന്റ് ഡിസ്കണ്ടൻറ്റ്സ്, റിഫ്ലക്ഷൻ ഓൺ ദി റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്, എ ലെറ്റർ ടു എ നോബൽ ലോർഡ്, ആൻഡ് ലെറ്റേഴ്സ് ഓൺ എ റെജിസൈഡ് പീസ്.